സമ്പത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുരിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ. സമ്പത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുരിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ. ഹരി ഓം. ആരാധ്യനായ ബാലശങ്കരൻ, ബ്രഹ്മചാരി ശങ്കരൻ ജഗദംബയെ ആരാധിക്കുന്നതിന് ജഗദംബയുടെ ബഹുമുഖ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാവുന്നതിന് വേണ്ടി അനുഗ്രഹിച്ച് അരുളിയ കനകധാരാ സ്തോത്രത്തിലെ 16-ാമത്തെ ശ്ലോകം ഇന്ന് പരിചയിക്കാം. ശ്ലോകങ്ങൾ, സ്തുതിഗീതങ്ങൾ ഒക്കെ ആലപിക്കുമ്പോൾ യാന്ത്രികമായി പാരായണം ചെയ്യുക, ഒരു മെക്കാനിക്കൽ ചാൻറ്റിങ്, അതിനപ്പുറത്ത് മനസ്സ് ഇരുത്തി, മനസ്സ് മറ്റ് ചിന്തകളിലേക്ക്, വിഷയങ്ങളിലേക്ക് തെന്നിപ്പോകാതെ ജഗദംബയെ തന്നെ ചിന്തിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ ചൊല്ലുമ്പോൾ അങ്ങനെ ഒരു കരുതൽ, ജാഗ്രത പുലർത്തണം. മനസ്സിരുത്തി മനസ്സിനെ ജഗദംബയുടെ പാദങ്ങളിൽ തന്നെ ഇരുത്തിക്കൊണ്ട് വേണം കനകധാരാ സ്തോത്രം ചൊല്ലാൻ. ഭാവനയിൽ അമ്മയെ ആവോളം ദർശിക്കുന്നതിനും കാണുന്നതിനും മനസ്സിരുത്തണം, ഉത്സാഹിച്ചോളണം. 16-ാം ശ്ലോകം തൊട്ട് ഈ കനകധാരാ സ്തോത്രം ഉപസംഹരിക്കുന്ന ചിത്രം നമുക്ക് കാണാം. ത്വദ്വന്ദനാനി ത്വദീയാനി വന്ദനാനി, ഭവതിയെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പൂജകളും ആരാധനകളുമൊക്കെ സഫലമാവട്ടെ എന്നതാണ് 16-ാമത്തെ ശ്ലോകത്തിലെ പ്രാർത്ഥന. ശ്ലോകം നമുക്ക് പരിചയിക്കാം. സമ്പത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുരിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ. സമ്പത്കരാണി, സമ്പത്തുണ്ടാക്കുന്നതായി, സകല ഇന്ദ്രിയ നന്ദനാനി, സകല ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നവ, സാമ്രാജ്യദാനവിഭവാനി, സാമ്രാജ്യത്തെ പ്രദാനം ചെയ്യുന്ന വിഭവങ്ങൾ, വൈഭവങ്ങൾ, സരോരുഹാക്ഷി, താമര നയനയുക്തയായവൾ, ത്വദ്വന്ദനാനി, അവിടുത്തേക്കുള്ള വന്ദനങ്ങൾ, ആരാധനകൾ, ദുരിതാഹരണ ഉദ്യതാനി, ദുരിതമൊടുക്കുന്നതിന് സജ്ജമായവ, മാം എന്നെ, ഏവ നിശ്ചയമായും, മാതഃ അമ്മേ, അനിശം എല്ലായ്പ്പോഴും, കലയന്തു ഭവിക്കട്ടെ, മാന്യേ
പൂജനീയേ. ഹേ സരോരുഹാക്ഷി, താമര കണ്ണുകളുള്ളവളെ. ഇവിടെ അഭിസംബോധനയാണ്. സരോരുഹാക്ഷി മാന്യേ, എല്ലാവരാലും മാനിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുന്നവൾ. അത്രയും ഗുണവിശേഷങ്ങൾ അമ്മയ്ക്കുള്ളതുകൊണ്ട് അമ്മ മാന്യയാണ്. ഹേ മാന്യേ. മാതേ ജഗദംബേ. തദ്വന്ദനാനി സമ്പത്കരാണി, അങ്ങയ്ക്ക് അർപ്പിക്കുന്ന ആരാധനകൾ, പൂജകൾ, അനുഷ്ഠാനങ്ങൾ, അർച്ചനകൾ, അവ സമ്പത്കരാണി, സമ്പത്ത് ചെയ്യുന്നവ, സമ്പത്തിനെ പ്രദാനം ചെയ്യുന്നവ. സകലേന്ദ്രിയ നന്ദനാനി, സകല ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നവ. സാമ്രാജ്യദാന വിഭവാനി, സാമ്രാജ്യ പദവി പ്രാപിക്കുന്നതിനുള്ള സകല വൈഭവങ്ങളും വിഭവങ്ങളും. ദുരിതാഹരണോദ്യതാനി, സകല ദുരിതങ്ങളെയും ഹനിക്കാൻ സജ്ജമായതും. മാമേവ അനിശം കലയന്തു, അപ്രകാരം എൻ്റെ കാര്യത്തിൽ സംഭവിക്കുമാറാവട്ടെ, അപ്രകാരം എന്നോട് യോജിപ്പിക്കപ്പെടട്ടെ. കലയന്തു ഭവിക്കട്ടെ, യോജിക്കപ്പെടട്ടെ എന്നൊക്കെ അർത്ഥം. സാരമിതാണ്, ഞാൻ ചെയ്യുന്ന ആരാധനകളും പൂജകളും അതൊക്കെ ഈ പ്രകാരമൊക്കെ അനുഗ്രഹം ചൊരിയുന്നതാവട്ടെ. എൻ്റെ ആരാധനകൾ, പൂജകൾ, അർച്ചനകൾ, അനുഷ്ഠാനങ്ങൾ സാർത്ഥകമാവട്ടെ, സഫലമാവട്ടെ. ഇതാണ് പ്രാർത്ഥന. വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകമാണ്. ഇതുവരെ പ്രാർത്ഥിച്ചതൊക്കെ സഫലമാകുമാറാവട്ടെ എന്ന് ഉള്ളിൽ തട്ടി ഈ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജഗദംബ മാന്യയാണ്, സകലരാലും പൂജിക്കത്തക്കതായ യോഗ്യതകളൊക്കെ അമ്മയിൽ 100% ഭംഗിയായി പരിലസിക്കുന്നു. അതുകൊണ്ട് അമ്മ മാന്യയാണ്. ആരൊക്കെ എവിടെയൊക്കെ മാനിക്കപ്പെടുന്നുവോ ആ മാന്യതയൊക്കെ അമ്മ പ്രദാനം ചെയ്യുന്നതാണ്. ജഗദംബ അനുഗ്രഹിച്ചരുളുന്നതാണ്. അതുകൊണ്ട് അമ്മ മാനതയുമാണ്, മാനത്തെ പ്രദാനം ചെയ്യുന്നവളുമാണ്. മാന്യേ. അങ്ങനെയുള്ള അമ്മയോട് നമുക്കൊരു അകൽച്ച തോന്നേണ്ട കാര്യമില്ല. ബഹുമാനം അഥവാ ആദരവ് ഭയജനകമാവേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് അമ്മേ എന്നും അഭിസംബോധന ചെയ്തിരിക്കുന്നു. മാതേ. വാത്സല്യസ്നിഗ്ധമായ കാരുണ്യത്തിന് ഉടമയാണ് ജഗദംബ. തദ്വന്ദനാനി, അങ്ങയുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്ന പൂജയും ആരാധനയും അർച്ചനയും ജപവും ഈ സ്തോത്ര പാരായണവും ഉൾപ്പെടെ, ഇവിടെ കനകധാരാ സ്തോത്രം പാരായണം ചെയ്യുന്നതും വന്ദനമാണ്. തദ്വന്ദനാനി. അതാകട്ടെ സമ്പത്കരാണി കലയന്തു, സകലേന്ദ്രിയ നന്ദനാനി കലയന്തു, സാമ്രാജ്യദാന വിഭവാനി കലയന്തു, ദുരിതാഹരണ ഉദ്യതാനി കലയന്തു. ഇതാണ് ഇവിടുത്തെ പ്രാർത്ഥന. സകല സമ്പത്തും പ്രദാനം ചെയ്യട്ടെ. സമ്പത്ത് എന്ന് പറയുമ്പോൾ ആരോഗ്യം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് എന്തൊക്കെ വേണമോ, വിശേഷിച്ചും ശ്രേയോമാർഗത്തിൽ നന്മയുടെ, ആധ്യാത്മികതയുടെ, മോക്ഷസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ സകല ദുഃഖങ്ങളെയും ഭയങ്ങളെയും അതിക്രമിക്കുന്നതിൻ്റെ പാതയിൽ ഉപകാരപ്പെടുന്നതൊക്കെ അനുഗ്രഹിച്ചു തരണമേ. സമ്പത്കരാണി കലയന്തു. സകലേന്ദ്രിയ നന്ദനാനി, സകല ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നതാവണം.
ലോകജീവിതത്തിൽ എനിക്ക് ആനന്ദം മുറിവില്ലാതെ അഖണ്ഡമായി അനസ്യൂതം ലഭിക്കണം. ഇന്ന് പല ഭോഗങ്ങളും ഇന്ദ്രിയങ്ങളെ വിക്ഷോഭം ഉള്ളതാക്കി തീർക്കുന്നു, ഇന്ദ്രിയക്ഷോഭത്തെ ഉണർത്തുന്നു, അസ്വസ്ഥത വളർത്തുന്നു. അത് പരിഹൃതമാവട്ടെ അമ്മയെ ആരാധിക്കുന്നതുകൊണ്ട്. സർവദ്വാരേഷു പ്രകാശ ഉപജായത്തെ. ഭഗവത്ഗീതയിൽ സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളിലും പ്രകാശവും ശാന്തിയുമൊക്കെ ഉണ്ടാവുന്നു. ധന്യാഷ്ടകം എന്ന കൃതിയിൽ ആചാര്യ ഭഗവത് പാദർ ജ്ഞാനത്തെ അവതരിപ്പിക്കുന്നത്. എന്താണ് ജ്ഞാനം? ഇന്ദ്രിയാണാം പ്രശമകരം തത് ജ്ഞാനം. ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കുന്നതാണ് ജ്ഞാനം എന്ന് വർണ്ണിച്ചിരിക്കുന്നു. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം തത്വത്തെ അറിയുന്നതിന് സഹായിക്കുന്ന ഗുണവിശേഷങ്ങൾ. അപ്പോൾ ഇന്ദ്രിയ ഉപശമമുണ്ടെങ്കിലേ സൂക്ഷ്മമായ തത്വം അറിയാൻ സാധിക്കുള്ളൂ. ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കുന്നതൊക്കെ ജ്ഞാനമാണ്. ദൂരക്കാഴ്ചയില്ലാത്ത ഇന്ദ്രിയ ഭോഗം സകലേന്ദ്രിയാണാം ജരയന്തി തേജ. വീണ്ടും കഠോപനിഷത്തിൽ നചികേതസ് എന്ന ബാലകൻ നിരീക്ഷിച്ചിരിക്കുന്നു. സകല ഇന്ദ്രിയങ്ങളുടെയും തേജസ്സിനെ ഹരിക്കുന്നതാണ്. അങ്ങനെ ആവരുത് അമ്മേ. ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്നവയാവട്ടെ ജീവിതഗതി. അങ്ങനെ ഒരു പ്രാർത്ഥന. സാമ്രാജ്യദാനം, സാമ്രാജ്യം, ഐശ്വര്യം, അധീശത്വം ഇതൊക്കെ നേടിയെടുക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. അത് അന്യായവുമല്ല. പക്ഷേ ഈ അധീശത്വത്തെ സംബന്ധിച്ച് സാമ്രാജ്യ പദവിയിൽ അവരോധിതരാവുക എന്നതിനെ സംബന്ധിച്ച് പരാജിതരില്ലാത്ത വിജയം, പരാജയപ്പെടുത്താൻ ആരുമില്ല, അപ്രകാരമൊരു വിജയത്തെക്കുറിച്ചുള്ള ഒരു ദൂരക്കാഴ്ച പുലർത്തുന്നത് നന്ന്. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യപ്രാപ്തി, അനന്തവിജയം എന്നൊരു പ്രയോഗമുണ്ട്. വിജയത്തിന് അവസാനമില്ല. അതെപ്പോഴേ സാധിക്കുള്ളൂ? അത് പരാജിതരില്ലാതെ വിജയം നേടിയെടുക്കുമ്പോൾ. എല്ലാവരും വിജയിക്കുന്ന സമീപനം വളരെ ആഴത്തിൽ ആലോചിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് ആത്യന്തിക അർത്ഥത്തിൽ സ്വരാജ്യ സാമ്രാജ്യമാകുന്നു. സ്വരാജ്യ സാമ്രാട്ട്. അപ്രകാരം ധന്യാത്മാക്കളെ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, മഹാരാജ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അവർ ഈ ഒരു സാമ്രാജ്യത്തിൽ, ആത്മസാമ്രാജ്യത്തിൽ അവരോധിതരാണ്. അവർക്ക് ആരും അന്യരില്ല, ആരും അടിമകളില്ല, എല്ലാവരും വിജയിച്ചരുളുന്നു. കാരണം ഏവരിലും ഒരേ തത്വമാകുന്നു. ദുരിതാഹരണോദ്യതാനി. സകല അനാരോഗ്യാദി പ്രശ്നങ്ങളെയും അതിക്രമിക്കാൻ ഈ ആരാധനകൾ സഹായിക്കട്ടെ. അങ്ങനെ ആരോഗ്യാവസ്ഥ എന്നോട് ചേർക്കുമാറാകട്ടെ. ചെയ്യുന്ന ആരാധനകൾ സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ അതിഗംഭീരം. ശ്ലോകത്തെ സംബന്ധിച്ചുള്ള അർച്ചനാനാമം ഓം ധനധാന്യപ്രവർഷിണ്യൈ നമഃ. സകല സമ്പത്തും ചൊരിയുമാറാകട്ടെ. സമ്പത്ത് കേവലം ഭൗതികമായ ധനം മാത്രമല്ല, ജീവിതത്തെ ധന്യമാക്കുന്ന ധനം. ഓം ധനധാന്യപ്രവർഷിണ്യൈ നമഃ.